എല്ലാവർക്കും നമസ്കാരം. ഷൈനയുടെയും ആ രണ്ട് മാലാഹ കുഞ്ഞുങ്ങളുടെയും മരണം സംബന്ധിച്ചിട്ടുള്ള പുതിയ അപ്ഡേഷൻസുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. പ്രതികളായിട്ടുള്ളവർ പുറത്തു നിന്നുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനും കൃത്രിമ തെളിവുകൾ അവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ചില കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും കൂടെ ആ 3 ദൈവാത്മാക്കൾക്ക് നീതി കിട്ടും എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവുകൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 ദൈവാത്മാക്കളും ദൈവസന്നിധിയിൽ പോലും കൂടെ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അവർ പുണ്യവതികളും മാലാഹന്മാരുമായി കഴിഞ്ഞു എന്നുള്ള വിവരം പോലും കൂടെ പലരും അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും അനുഭവപ്പെടുന്നതായിട്ടുള്ള വിവരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സഭാ നേതൃത്വത്തെയും അറിയിക്കുവാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 പുണ്യാത്മാക്കൾ അത് ശരിക്കും പുണ്യാത്മാക്കൾ തന്നെ ആയിരുന്നു എന്നുള്ളത് പൊതുസമൂഹം അന്ന് തന്നെ വിധി എഴുതിയതാണ്. അത് ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവർ നടത്തുന്ന ഒരു കൃത്രിമ സ്റ്റേറ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ചില എവിഡൻസുകൾ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ ഷൈനയുടെ പേരിൽ ഒരു ലോൺ, ഒരു കുടുംബശ്രീയുടെ ഒരു ലോൺ, ആ ഒരു ലോൺ അവരെടുത്തിരുന്നതും അത് ഭർത്തൃ വീട്ടുകാരെടുത്ത് ഉപയോഗിച്ചിരുന്നതും നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ആ ലോൺ വെറും ഒരു പേരിന് മാത്രമാണ് ഷൈനി അതിനകത്ത് ലോണിയായത്. ആ ലോൺ കുടിശ്ശിക വന്നതിന് ശേഷം കുടുംബശ്രീക്കാർ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷൈനി അതിനകത്ത് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ അവിടെ ഷൈനി കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ, പോലീസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നു, ഇത് എൻ്റെ ലോണല്ല, ഞാനെടുത്ത ലോണല്ല, ഈ ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനല്ല, ഇതെല്ലാം ഭർത്താവിൻ്റെ വീട്ടുകാരും മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാരും സ്റ്റേഷനിൽ വന്ന് അതിനെ ശക്തമായി എതിർക്കുകയും അവർ പറഞ്ഞിരുന്നത് ഷൈനിയുടെ ലോണാണ്, ഷൈനിയാണ് പൈസ എടുത്ത് ദുരുപയോഗം ചെയ്തിരിക്കുന്നത്, ഷൈനി എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ലോണുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ തയ്യാറല്ല, കേസിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോയിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ഷൈനിയും കുഞ്ഞുങ്ങളും മരണപ്പെടുന്നു. ഇവിടം കൊണ്ട് ഇതൊരു എന്താ പറയുക, ഈ സംഭവം പൊതുസമൂഹവും ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളും ഒന്ന് വിലയിരുത്തുക. ഈ സംഭവം വരെ മാത്രമാണ് നടന്നു തരുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഷൈനിക്ക് അനുകൂലമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഷൈനയുടെ പേരിൽ പോലും കൂടെ അവിടെ 2 വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ പോലും ഉപയോഗിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരുമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും. നമ്മൾ ചിലപ്പോൾ സ്ത്രീകളുടെ പേരിൽ, കുടുംബിനികളുടെ പേരിൽ എന്തെങ്കിലും വാഹനങ്ങൾ വാങ്ങുകയോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ലോണുകൾ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും കൂടെ ആ പൈസയെല്ലാം യൂസ് ചെയ്യുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരൻ തന്നെയാണ്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണെന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ 100% ആൾക്കാർക്കും, അതായത് എന്നെ കേൾക്കുന്ന ഈ എല്ലാ ആളുകൾക്കും തന്നെ വ്യക്തമായിട്ട് അറിയാം ആ ഫണ്ട് എടുത്ത് ഉപയോഗിച്ചത് ഭർത്താവിൻ്റെ വീട്ടുകാരൻ തന്നെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഷൈനയുടെയും പിള്ളേരുടെയും മരണം വരെയും ആ സ്റ്റേറ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളെല്ലാം പ്രതികൾക്ക് എതിരാണ് ആകുന്നത്. അതിനുശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആ ലോൺ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഷൈനിക്ക് അനുകൂലവും പ്രതികൾക്ക് എതിരാകുകയും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കുടുംബശ്രീക്കാരും പറയുന്നുണ്ട്. ഷൈനി ഈ ഭർത്തൃ വീട്ടിൽ നിന്ന് ഇരുന്ന സാഹചര്യത്തിലാണ് ലോൺ എടുത്തിരിക്കുന്നത്, അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഷൈനിയുടെ മൊഴിയിലുണ്ട്. അപ്പോൾ അവിടെ കുടിശ്ശിക വന്നു എങ്കിൽ പോലും കൂടെ അത് ഷൈനിയുടെ കുഴപ്പമല്ലായിരുന്നു, ഭർത്താവ് വീട്ടുകാരുടെയും കുഴപ്പം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഷൈനി കൊടുത്തിരുന്ന ഗാർഹിക പീഡന കേസിനകത്ത് ഈ സംഭവങ്ങൾ ശരിക്കും അവിടെ ഷൈനിക്ക് അനുകൂലമാകുമായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ലോൺ കുടിശ്ശിക വരുത്തിയത് ഷൈനിയുടെ പേരിലാണ് എന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ ആരോപിക്കപ്പെട്ടത് ഷൈനിയുടെ ആത്മഹത്യയ്ക്കൊരു കാരണമായി എന്നുള്ളതും അവിടെ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം അതുവരെയുള്ള കാര്യങ്ങൾ ഷൈനിക്ക് ആ 2 കുഞ്ഞുങ്ങൾക്കും അനുകൂലമാകുന്ന രീതിയിലും പ്രതികൾക്ക് വളരെ ശക്തമായ എതിരാകുന്ന ഒരു സംവിധാനത്തിലുമായിരുന്നു ഈ ഒരൊറ്റ സംഭവം മാത്രം. അതായത് ഈ കുടുംബശ്രീയുടെ ഈ ഒരു ലോൺ ആ നിമിഷം വരെയും നിലനിന്നിരുന്നത്. എന്നാൽ ഇനി പറയുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം സംഭവിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ നമുക്കറിയാം.
കുടുംബശ്രീക്കാരായാലും ഷൈനിയുടെ മരണശേഷം അവിടെ കിടന്നുകൊണ്ട് ആ ലോൺ അടയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ശല്യമൊന്നും കൂട്ടിയിട്ടില്ല. നമുക്കറിയാം എത്ര ക്രൂരരായ ഫൈനാൻസ് സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഇവർ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോയി ഒച്ചപ്പാടോ ബഹളങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇവരൊട്ടും ചെയ്തിട്ടില്ല, ഒട്ടും ചെയ്യുകയില്ല. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് പലരും പല ശുദ്ധാത്മാക്കളും അതിനകത്ത് അറിഞ്ഞും അറിയാതെയും പാകവാക്കായി എന്നുള്ളതും ഒരു സത്യമാണ്. അതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഒന്ന്, അവിടെ ഒരു ചാരിറ്റി സംഘടന ഇടപെട്ടുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ ഈ ഷൈനിയുടെ ലോൺ അടച്ചു തീർക്കാൻ തയ്യാറാവുകയാണ്, അത് ഞങ്ങൾ പിരിവിട്ടെടുത്ത് അത് തയ്യാറാവുകയാണ്. 2, അവർ ആ ലോൺ ഫണ്ട് പിരിച്ചെടുത്ത് കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഏൽപ്പിക്കുന്നു ഷൈനിയുടെ ലോൺ തീർക്കുവാനായിട്ട്. 3, പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആ ചെക്ക് സ്വീകരിച്ചുകൊണ്ട് അവർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പറയുന്നു ഷൈനിയുടെ ലോൺ ഒരു ചാരിറ്റി സംഘടന കൊടുത്തു തീർക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു, അത് കൈമാറുന്നു, അത് ഡോക്യുമെൻറ്റും സ്റ്റേറ്റ്മെൻറ്റും ആകുന്നു. 3, അടുത്തത് ഈ കുടുംബശ്രീക്കാർ അവർ പറയുന്നു ഷൈനിയുടെ കടം വീട്ടിൽ തന്ന് അത് ആ ചാരിറ്റി സംഘടനയ്ക്ക് നന്ദി എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഏകദേശം ഒരു 5ഓളം കാര്യങ്ങൾ ഷൈനിയുടെ മരണശേഷം സംഭവിച്ചിരിക്കുന്ന ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകളും ഡോക്യുമെൻ്റ് ചെക്ക് ഡോക്യുമെൻ്റാണ്. അതുപോലെ തന്നെ ആ ചെക്ക് ക്ലിയറായി വരുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതും ഡോക്യുമെൻ്റാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 5ഓളം കാര്യങ്ങൾ പ്രതികൾക്ക് അനുകൂലമാക്കാനായിട്ട് കോടതിയിൽ അനുകൂലമാക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും ഡോക്യുമെൻറ്റ്സും എവിഡൻസും ഒക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊരു ക്രിയേറ്റ് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ വേദനയോട് കൂടി അറിയേണ്ട ഒരു കാര്യമാണ്. പലരും അതിനകത്ത് നിരപരാധികളാണ്, അവരത് ശുദ്ധഗതിക്കാരാണ്, അവർ അറിഞ്ഞോ അറിയാതെയോ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം, അറിഞ്ഞുകൊണ്ട് ഇടപെട്ടതാവാം, പലരും അതിനകത്ത് അറിയാതെ ഇടപെട്ടതാണ്. എന്തായാലും അത് വളരെ ഒരു വേദനാജനകമായൊരു കാര്യമാണ്. കാരണം മരണപ്പെട്ടു പോയ ആ ശുദ്ധാത്മാക്കളോട് ചെയ്ത ഒരു ക്രൂരതയാണ് ആ ഒരു സംഭവം എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസ് മുമ്പോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഷൈനിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി പൊരുതേണ്ടത് പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നിയമ സംവിധാനങ്ങളാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഇപ്പോൾ ഷൈനിക്കയുടെ ആ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ആ ഷൈനിയുടെ സ്വന്തം പിതാവ് തന്നെ കക്ഷി ചേർന്നിട്ടുണ്ട്, കുര്യാക്കോസ് ചേട്ടൻ. അദ്ദേഹത്തെയും പലരും ക്രൂശിക്കുകയുണ്ടായി. പക്ഷേ സത്യാവസ്ഥ അതൊന്നുമല്ല. കാരണം ഞാനൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിനകത്തൊക്കെ അന്വേഷിച്ചിരുന്നു. അദ്ദേഹം വളരെ ഒരു ശുദ്ധഗതിക്കാരൻ തന്നെയാണ്. 1% പോലും അദ്ദേഹത്തിനകത്ത് ആ മരണത്തിനകത്ത് ഒരു പങ്ക് വഹിച്ചിട്ടില്ല. അദ്ദേഹമൊക്കെ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ആത്മാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. ശരിക്കും അത് ഈ പ്രതികൾ തന്നെ അവരുടെ മേലുള്ള കുറ്റം മറ്റുള്ളവരുടെ മേലിൽ ആരോപിച്ചുകൊണ്ട് ആ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ചില കുതന്ത്രങ്ങളുടെ ഒരു ഭാഗം കൂടിയാണെന്ന് വളരെ വേദനയോടുകൂടി തന്നെ പറയേണ്ടി വരും. എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഷൈനിയുടെ ആ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ചില വ്യക്തികൾ, അത് ആ കുടുംബക്കാരല്ല, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ അതിനകത്ത് ചില തരികട പണികൾ അല്ലെങ്കിൽ ചില മുതലെടുപ്പുകൾ നടത്തിയിട്ടുള്ളതായിട്ടുള്ള ഒരു സൂചനയും കിട്ടിയിട്ടുണ്ട്. അവർ ഒരു പരിധിവരെ പ്രതികൾക്ക് അനുകൂലമായിട്ട്, അതല്ലെങ്കിൽ പ്രതികൾ ശക്തരാണെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ജ്ഞാനായ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിത വേഷം അണിഞ്ഞ ഒരു നരാധമനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒന്നാമനായി നിന്ന് പ്രവർത്തിച്ചത്. ഷൈനിയുടെ ഭർത്താവായ നോബിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന കള്ളപ്പാതിരി തന്നെ. ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നതിനൊന്നും യാതൊരു മടിയുമില്ല. കാരണം ഞാനൊരു ജ്ഞാനായക്കാരൻ തന്നെയാണ്. ജ്ഞാനായ സഭാ നേതൃത്വത്തെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയായിരുന്നു ആ ഷൈനിയുടെ മരണശേഷം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ന്യായീകരണ വിശദീകരണവാദം പുറത്തേക്ക് വന്നത്. നമുക്കറിയാം ഷൈനി അവിടെ ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ അവർക്ക് സർവീസ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് 1 വർഷം വേതനമില്ലാതെ ജോലി ചെയ്യാനായിരുന്നു അന്ന് അവിടെ മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നത്. അക്കാര്യം ഷൈനി മരിക്കുന്നതിന് മുമ്പ് തന്നെ പലരോടും പറയുകയും അതോടൊപ്പം തന്നെ അത് അവരുടെ കുടുംബക്കാരുടെ ഇടയിലുള്ള ചർച്ചയാവുകയും ചെയ്തതാണ്. ഇത്രയും ബന്ധവും സഭാംഗമായിട്ടും പോലും സഭയുടെ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ട്
ഒരു ജോലി പോലും കൊടുത്തിരുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ വളരെ വേദനയോടുകൂടി പറഞ്ഞിരുന്നതാണ്. എങ്കിൽ പോലും കൂടെ സഭാ നേതൃത്വം മരണശേഷം ഒരു ന്യായീകരണ വിശദീകരണ കുറിപ്പുമായിട്ട് രംഗത്ത് വന്നത് ഷൈനിക്ക് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു 21,000 രൂപ ശമ്പളത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വിശദീകരണമായിരുന്നു. സത്യത്തിൽ 21,000 പോയിട്ട് 10,000 രൂപ പോലും ശമ്പളത്തിൽ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇത് എല്ലാ സഭാംഗങ്ങൾക്ക് പോലും അറിയാവുന്നതാണ്. ഒരൊറ്റ സഭാംഗം പോലും ഈ 21,000 രൂപ ശമ്പളത്തിൽ അവിടെ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം വിശ്വസിക്കുന്നില്ല. അത്രയും പച്ചനുണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കൂടെ സഭാ നേതൃത്വത്തെ കൊണ്ട് ഇറക്കിക്കുവാൻ ഈ ബോബി ചേരിയിൽ എന്ന നരാധവന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം കള്ള എവിഡൻസുകളൊക്കെ ഉണ്ടാക്കാൻ അയാളൊക്കെ പരമാവധി കടന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്നും ഈ പ്രതികളെല്ലാം പുറത്തു നിൽക്കുകയാണ്. നമുക്കറിയാം അതിക്രൂരമായ 3 കൊലപാതകങ്ങൾക്ക് സമാനമാണ് ഈ 3 ആത്മഹത്യകൾ. അപ്പോൾ അതിലെ പ്രതികൾ ഇപ്പോൾ എല്ലാവരും പുറത്താണ്. പ്രത്യേകിച്ച് നോബിനെ മാത്രമാണ് അതിനകത്ത് കക്ഷി ചേർത്ത് ബാക്കിയുള്ള ഈ ബോബിയോ അല്ലെങ്കിൽ മറ്റ് അവരുടെ കുടുംബക്കാരാരെയും പ്രതികളാക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും കൂടെ ഇതിനെല്ലാം ഉപരിയായിട്ട് പൊതുസമൂഹത്തിൻ്റെ നീതിബോധം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിശക്തമായ ഈ നിയമ നടപടി ഇവർ ഉണ്ടാക്കിയ കൃത്രിമ തെളിവുകൾ അല്ലെങ്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത കഥകളെല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ സപ്പോർട്ട് ഈ പ്രോസിക്യൂഷനും നൽകുവാനും അതുപോലെ തന്നെ ഈ കോടതികളിൽ മറ്റ് കാര്യങ്ങളിൽ എല്ലാം ഷൈനിക്ക് ആ 2 കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ശക്തമായി ഇടപെടുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സമൂഹത്തിലെ നീതിബോധമുള്ള ഉന്നതരായിട്ടുള്ള പല വ്യക്തികളും രംഗത്ത് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലും എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.